എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നാരായണീയം 45-ാം ദശകത്തിലെ 8-ാമത്തെ ശ്ലോകത്തെക്കുറിച്ച് ചിന്തിക്കാം. ഹരേ നാരായണ. പ്രതിനവനവനീതം ഗോപികാദത്തമിച്ചൻ കളപദമുപഗായൻ കോമളം ക്വാപി നൃത്യൻ സദയയുവതിലോകൈരർപ്പിതം സർപ്പിരശ്നൻ ക്വചന നവവിപക്വം ദുഗ്ധമപ്യാഭിവസ്ത്വം. ഇനി ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കാം. പ്രതിനവനവനീതം പുതുവെണ്ണയിൽ, ഗോപികാദത്തം ഗോപികമാർ നൽകുന്ന, ഇച്ഛൻ ഇച്ഛ പൂണ്ട, അതായത് ഈ വെണ്ണയിൽ ആഗ്രഹം തോന്നിയ കണ്ണൻ, കളപദം മധുരപദങ്ങളാൽ, അതായത് സുന്ദരമായ വാക്കുകളാൽ, ഉപഗായൻ മധുരമായി പാടിക്കൊണ്ടും, കോമളം ക്വാപി നൃത്യൻ ചില സമയത്ത് ഭംഗിയായി നൃത്തം വെച്ചുകൊണ്ടും, സദയയുവതി ലോകൈ അർപ്പിതം സർപ്പിരശ്നൻ, അതായത് തരുണിമാർ സദയം നൽകിയ ആ വെണ്ണ അകത്താക്കവേ, അത് കഴിച്ചുകൊണ്ടിരിക്കവേ, ക്വചന മറ്റു ചിലയിടത്ത്, നവവിപക്വം പുത്തനായി കാച്ചിയ, ദുഗ്ധം ചൂടുപാൽ, അഭി ത്വം ആബിവ അങ്ങ് വാങ്ങി കുടിക്കുകയും ചെയ്തു. ഇനി ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം. എന്താ പറയണേ? ഗോപികമാർ നൽകുന്ന പുതുവെണ്ണയിൽ ഇച്ഛപ്പൂണ്ട അങ്ങ് മധുരമായി പാടിയും ചിലയിടത്ത് ഭംഗിയായി നൃത്തം വെച്ചും തരുണിമാർ സദയം നൽകിയ വെണ്ണയും ചിലയിടത്ത് പുത്തനായി കാച്ചിയ പാലും വാങ്ങിക്കഴിച്ചു. അതായത് കണ്ണൻ വെണ്ണ കൊതിയനാ. ഗോപികമാരോട് തൈര് കടഞ്ഞുകൊണ്ടിരിക്കുന്നതിന് ഇടയിൽ ചെന്നിട്ട്, പിറകിലൂടെ ചെന്നിട്ട് സ്വകാര്യത്തിൽ ചോദിക്കും, ഇത്തിരി വെണ്ണ തരുമോ? അപ്പോൾ അവൻ്റെ കുസൃതി കാണാൻ വേണ്ടിയിട്ട് ഒരു പാട്ട് പാടൂ, എങ്കിൽ തരാമെന്ന് പറയും ഒരു ഗോപിക. കുറച്ച് അപ്പുറത്ത് ചെന്ന് മറ്റൊരു ഗോപികയോടും ഇതേപോലെ തഞ്ചത്തിൽ ഉണ്ണിവയറ് വിശക്കണു, ഇത്തിരി വെണ്ണ തരുമോ ചോദിക്കും. ആ സമയത്ത് പറയും, നന്നായി ഒരു ഡാൻസ് കളിക്കൂ, എങ്കിൽ തരാം. എന്തെങ്കിലും പാട്ടുകളൊക്കെ പാടി നല്ല ഭംഗിയിൽ നൃത്തം വയ്ക്കും ആ കുഞ്ഞിക്കാലുകൾ വെച്ച് കണ്ണൻ. അത് കേൾക്കാൻ വേണ്ടി, അത് കാണാൻ വേണ്ടിയാണ് അവർ പറയുന്നത്. അപ്പോഴും കൊടുക്കും കുറച്ച് വെണ്ണ. കുറച്ചും കൂടി അപ്പുറത്ത് മറ്റൊരു ഗോപികയോട് ചെന്നിട്ട് വെണ്ണ ചോദിക്കും. ഇതേപോലെ പാട്ടുപാടിയും നൃത്തം വെച്ചും വെണ്ണ വാങ്ങി കഴിക്കും. എന്നിട്ട് പറയാണ്, പാല് കാച്ചുന്നത് കാണുമ്പോൾ ആ വെണ്ണ എൻ്റെ തൊണ്ടയിലിരുന്നു പോയിട്ടോ, അതുകൊണ്ട് അത് ഇറങ്ങിപ്പോവണമെങ്കിലേ എനിക്ക് ഇത്തിരി ചൂടുപാല് വേണം. അങ്ങനെ ഈ വെണ്ണയുടെ മുകളിൽ ചൂടുപാല് വാങ്ങിക്കഴിക്കും. വെണ്ണ തൊണ്ടയിൽ ഇരിക്കില്ല എന്ന് ആർക്കാ അറിയാത്ത. പക്ഷേ കണ്ണൻ്റെ ആ കുസൃതി കാണുമ്പോൾ, ആ ഓമനത്വം കാണുമ്പോൾ കൊടുക്കാതിരിക്കാൻ ഗോപികമാർക്ക് കഴിയില്ല. എങ്കിലും അവൻ്റെ ഈ കള്ളത്തരങ്ങളൊക്കെ കണ്ട് ചിരിച്ചുകൊണ്ട് അവരതിനെല്ലാം കൂട്ടുനിൽക്കും. അതാണ് ഇവിടെ വെണ്ണ വിഴുങ്ങുന്ന സമയത്ത് തൊണ്ടയിൽ തടഞ്ഞിരുന്നു എന്ന് പറഞ്ഞിട്ട് ചൂടുപാൽ വാങ്ങി കുടിച്ചു എന്ന് പറയുന്നത്. ഹരേ കൃഷ്ണ.